ബാക്ക് ടു ഡ്രീംസ് ആൻഡ് ലൈഫ് ഫാമിലി. അപ്പോൾ ഇന്ന് പേരക്കച്ചാർ ഒരു 10 പേരക്ക ഞാൻ എടുത്തു. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് വേഗം ഞാൻ 2 കുപ്പി 3 കുപ്പി ഉണ്ടാക്കിയാലും പെട്ടെന്ന് തീരുന്നൊരു അച്ചാറാണ് ഈ പേരക്കച്ചാർ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10-15 പേരക്കാരൻ തീരും. അപ്പം വെച്ച് പേരയ്ക്ക് ഭയങ്കര സൂപ്പർ ടേസ്റ്റിലാണ് ആക്കിയാൽ വീണ്ടും വീണ്ടും ആക്കിക്കൊണ്ടിരിക്കുന്ന പേരക്കച്ചാർ. അപ്പോൾ ഇതിൻ്റെ കുരു കുറച്ച് ഹാർഡായതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പം ഞാൻ നല്ല പച്ച പോലെ തന്നെ കുറച്ചൊരു പഴുത്ത ടൈപ്പിലെ പേരക്ക എടുത്തു. എന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു 100 ml നല്ല എണ്ണ, കാരണം എൻ്റെ ഒരു 10 പേരക്കലായതുകൊണ്ട് കുറച്ച് നല്ല ക്വാണ്ടിറ്റി. അപ്പം ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക്, ഉലുവ. അപ്പം ഈ കടുകും ഉലുവയും പൊട്ടുന്ന സമയം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ട് ഒന്നിലും പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവാറ്. അപ്പോൾ നല്ല പോലെ വാട്ടർ കണ്ടൻ്റ് ഉണ്ടാവാറ്. നല്ല പോലെ അച്ചാറിൻ്റെ മെയിൻ കാര്യം തന്നെ അതാണ്, ഒട്ടും വാട്ടർ കണ്ടൻ്റ് ഉണ്ടാവാറ്. അപ്പോൾ നല്ലപോലെ അത് ഒരു എന്താ പറയുക മൊരിച്ചിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും പച്ചമുളകെല്ലാം നല്ല അത്യാവശ്യം ഇരുന്നോട്ട് അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അത് വേഗം ഇതാവുമല്ലോ അച്ചാർ. 2ാമത്തെ ദിവസം തന്നെ അതിലേക്ക് നല്ല സ്ക്യൂഷിയായിട്ട് കിടക്കും അത്. അപ്പം പച്ചമുളക് എരിവിന്, കാരണം നല്ല എരിവില്ല പച്ചമുളകാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എരിവില്ല മുളക് പൊടി തന്നെയാണ്, കാശ്മീരി മുളക് പൊടി. അതും കൂടി മിക്സ് ചെയ്യുന്നതിൽ നല്ല മുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാരണം അത് അളവനുസരിച്ച്. ഞാൻ ഇച്ചിരി കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് ഉലുവയും കൂടി ഞാൻ രസത്തിന് പൊടിച്ചത് ഉണ്ടായത്, അപ്പോൾ അത് കുറച്ച് അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ നല്ലപോലെ മുളക് പൊടി, ഇതിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. കാരണം അപ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക, കാരണം പുകഞ്ഞ് പോറി ഇട്ടത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ചട്ടീൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ കായപ്പൊടി ഇച്ചിരി നല്ലപോലെ ഇരിക്കണം, അതിൻ്റെ ഒരു മണത്തിനും അത് കായപ്പൊടി നല്ലപോലെ ഇടണം. ഇത് പെരുങ്കായപ്പൊടി ഒരു നല്ല നോക്കിയിട്ട് അതിടണം. അത്യാവശ്യം പെരുങ്കായപ്പൊടി 1 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട്, പിഞ്ചല്ല അത്യാവശ്യം, കാരണം കായത്തിൻ്റെ നല്ലൊരു സ്മെല്ലും ഇതെല്ലാം കിടക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പേരയ്ക്ക അതിലേക്കിട്ട് ഇത് മിക്സ് ചെയ്യുന്നതാണ് ഹാർഡ് പാട്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി, കാരണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത്, അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് വേവിക്കണം. ഇച്ചിരി, ഒരുപാട് സമയം വേണ്ട, കുറച്ച് സമയം ഒന്ന് വേവിക്കണം. കാരണം ഒന്നാമത് നമ്മൾ ആ ചട്ടീൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇതാവും. അപ്പോൾ എല്ലാ സ്ഥലവും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അതിലേക്കെല്ലാം നല്ല മിക്സായിട്ട് ഞാൻ ഒരു ടീസ്പൂണേ ഇതിടുന്നില്ലോ വിനെഗർ, കാരണം വിനെഗർ ആവശ്യമുള്ളത് കൂടുതൽ ഉപയോഗിക്കാൻ. എനിക്ക് പിന്നെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് വിനെഗർ ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നല്ലെണ്ണയിൽ തന്നെ ആക്കിയിന്, പക്ഷേ എനിക്ക് എന്ന് വെച്ചാൽ ഇനിയിപ്പം കോക്കനട്ട് ഓയിലായാലൊന്നും ഒരു കുഴപ്പമില്ല, കാരണം പെട്ടെന്ന് തീരും. അപ്പം നല്ല പേരക്കച്ചാർ റെഡി. താങ്ക് യു.